നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. CPM-ൽ വിഭാഗീയത രൂക്ഷമാകുന്നു. VS അച്യുതാനന്ദന്റെ റോളിൽ മുൻ മന്ത്രി G സുധാകരൻ. പിണറായി പക്ഷവും മറുപക്ഷവും ജില്ലകളിൽ ഏറ്റുമുട്ടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയിൽ CPM-ന്റെ നേതൃയോഗങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും തോൽവിയുടെ കാരണങ്ങൾ പഠിക്കാൻ തീരുമാനമെടുത്ത യോഗം അവസാനിപ്പിച്ചു. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അവസാന ഘട്ടത്തിൽ ശാന്തതയുണ്ടായെങ്കിലും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും അവലോകന മീറ്റിംഗുകളിലും മിക്കവാറും എല്ലായിടത്തും പക്ഷം തിരിഞ്ഞുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ പോരടിക്കുന്ന നേതാക്കളെയാണ് കണ്ടത്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ന്യായീകരിക്കുന്ന പിണറായി പക്ഷവും എന്നാൽ തോൽവിയുടെ കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്നും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളും ശൈലിയും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ പോലും പാർട്ടിയിൽ നിന്നും അകറ്റി എന്നും വിമർശിച്ചുകൊണ്ട് മറുപക്ഷവും നിലകൊള്ളുന്ന സ്ഥിതിയാണ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഉണ്ടായത്. കണ്ണൂരും ആലപ്പുഴയുമാണ് കമ്മ്യൂണിസത്തിന് വിത്ത് പാകിയ രണ്ട് ജില്ലകൾ. ഈ ജില്ലകളിലാണ് പാർട്ടി എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ശക്തമായ അടിത്തറയുമായി നിലയുറച്ച് നിന്നിട്ടുള്ളത്. ആലപ്പുഴയുടെ വിപ്ലവ ഇതിഹാസമായിരുന്നു VS അച്യുതാനന്ദൻ. പ്രതിപക്ഷ നേതാവും പിന്നീട് മുഖ്യമന്ത്രിയുമായ അച്യുതാനന്ദൻ പ്രായാധിക്യത്താൽ രാഷ്ട്രീയം വിട്ട് നിൽക്കുകയാണ്. CPM-നകത്ത് അത്ഭുതകരമായ പോരിനും വെല്ലുവിളിക്കും ചങ്കൂറ്റം കാണിച്ച നേതാവായിരുന്നു പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനെതിരെ അംഗം വെട്ടാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയ VS അച്യുതാനന്ദൻ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും CPM പ്രവർത്തകരുടെ ആവേശമായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മറന്നുകൊണ്ട് മുതലാളിത്ത ചങ്ങാത്തത്തിലേക്ക് കേരളത്തിലെ CPM നേതൃത്വം നീങ്ങിയതിനെതിരെയാണ് അച്യുതാനന്ദൻ പട നയിച്ചത്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണെന്ന് തുറന്നടിക്കാൻ VS അച്യുതാനന്ദൻ മടി കാണിച്ചില്ല. കേരളത്തിൽ CPM പാർട്ടിയിൽ വിഭാഗീയത അങ്ങനെ ശക്തമായി. പ്രതികരണത്തിന്റെയും പ്രതിഷേധത്തിന്റെയും നിലപാടുകളിൽ അച്യുതാനന്ദൻ നീങ്ങിയപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ CPM-ലെ സാധാരണ പ്രവർത്തകർ ആവേശം കൊണ്ടു. എന്നാൽ പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ ശക്തനായിരുന്ന പിണറായി വിജയൻ അച്യുതാനന്ദനെതിരെ കരുക്കൾ നീക്കി. ഒടുവിൽ പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് അച്യുതാനന്ദന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കുന്ന സ്ഥിതി വന്നു. ഇപ്പോൾ പിണറായി വിജയൻ പഴയ പോലെ ഉഗ്രപ്രതാപിയൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് തോൽവി അദ്ദേഹത്തിന്റെ നട്ടെല്ല് തകർത്തു. പാർട്ടിയിൽ വിമത സ്വരങ്ങളും സർക്കാരിനെതിരായ രൂക്ഷ വിമർശനങ്ങളും നാളുകൾ കഴിയും തോറും ശക്തമായി കൊണ്ടിരുന്നു. ആലപ്പുഴയിലെ CPM വലിയ വിഭാഗീയതയുടെ പിടിയിലാണിപ്പോൾ. മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ G സുധാകരനാണ് ആലപ്പുഴയിൽ വിമത ശബ്ദം ആദ്യം ഉയർത്തിയത്. സുധാകരന്റെ നിലപാടുകളെ ചില നേതാക്കൾ വിമർശിച്ചു എങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുന്ന സുധാകരനൊപ്പം പാർട്ടി അണികൾ നിലയുറപ്പിച്ചതായി പാർട്ടിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ആലപ്പുഴയിലെ പാർട്ടിയുടെ പല ഏരിയ കമ്മിറ്റികളും സുധാകരന്റെ പ്രതികരണത്തെ ശരിവെക്കുന്നുമുണ്ട്. ഭരണകൂടത്തോടും മുഖ്യമന്ത്രിയുടെ നിലപാടുകളോടും കടുത്ത അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയ സുധാകരന്റെ പ്രസ്താവനകൾ CPM-ന്റെ മറ്റ് ജില്ലാ കൗൺസിൽ യോഗങ്ങളിൽ ചർച്ചയായി മാറുകയാണ്. പാലക്കാട്, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലെ CPM നേതൃയോഗങ്ങളിൽ വിഭാഗീയതയുടെ തീവ്രത അനുഭവപ്പെട്ടു. സുധാകരന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് പല നേതാക്കളും പിണറായിക്കെതിരെ വിമർശനത്തിന് തയ്യാറായി. പാർട്ടി സാധാരണ ജനങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നു എന്നും അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തെളിഞ്ഞതെന്നും ഈ നേതാക്കൾ വിമർശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം ജില്ലയായ കണ്ണൂർ ജില്ലയിൽ പാർട്ടി നേതൃത്വത്തിൽ വലിയ വിമർശനങ്ങളാണ് പിണറായിയുടെ പേരിൽ ഉയർന്നത്. അവിടെ അനുഭവപ്പെടുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജില്ലയിൽ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായിയുടെ അടുപ്പക്കാരായിരുന്ന 3 ജയരാജന്മാരും പിണറായിയെ തള്ളിയിരിക്കുന്നു എന്നത് തന്നെയാണ്. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടി നേതൃത്വത്തെയും യാതൊരു ദയയുമില്ലാതെ ശക്തമായി വിമർശിച്ച G സുധാകരന്റെ പേരാണ് പല ജില്ലകളിലും ചർച്ചകളിൽ പൊന്തിവന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ആലപ്പുഴക്കാരനായ VS അച്യുതാനന്ദൻ പാർട്ടിക്കുള്ളിൽ നടത്തിയ വിഭാഗീയ ശബ്ദത്തിന്റെ ഇപ്പോഴത്തെ അവകാശിയായി ആലപ്പുഴക്കാരൻ തന്നെയായ മുതിർന്ന നേതാവ് G സുധാകരൻ മാറിയിരിക്കുന്നു എന്നതാണ് അവസ്ഥ. G സുധാകരനെ ഒതുക്കാൻ ചില മുതിർന്ന പിണറായി അനുകൂലികൾ ശ്രമം നടത്തിയെങ്കിലും സാധാരണ പ്രവർത്തകർക്കിടയിൽ സുധാകരന്റെ നിലപാടുകൾക്ക് താല്പര്യവും പ്രചാരവും ഏറി വരുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോയാൽ പഴയ പാർട്ടിയുടെ വിഭാഗീയത അന്തഛിദ്രം വീണ്ടും വരും എന്നതാണ് വാസ്തവം. നന്ദി, നമസ്കാരം.